മൂവായിരം കൊല്ലം മുമ്പ് ആരംഭിച്ച ഒരു സംസ്കൃതിയുടെ സഞ്ചിത വിജ്ഞാനത്തോളം വരില്ല 300 കൊല്ലം മാത്രം പഴക്കമുള്ള ഒരു ജനസമൂഹത്തിന്റെ ആർജിത ബോധം എന്നത് ഒരർത്ഥത്തിൽ നിസ്തർക്കമാണ്. മറ്റൊരർത്ഥത്തിൽ എത്ര കാലം മുമ്പ് ആരംഭിച്ചു എന്നതല്ല, മനുഷ്യബോധത്തിന്റെ അർത്ഥാനർത്ഥങ്ങളുടെ മൂല്യനിർണയത്തിൽ മുഖ്യ മാനദണ്ഡമാകേണ്ടതെന്നും പ്രകൃതിയുടെ പ്രവർത്തനത്തെ ശരിയായി മനസ്സിലാക്കുന്നതിൽ ഏത് ചരിത്രഘട്ടമാണ് കൂടുതൽ നീതി പുലർത്തിയത് എന്നതായിരിക്കണം മാനവ പുരോഗതിയുടെ അളവുകോല് എന്നും വാദിക്കാം. ക്രിസ്തുവിന് ശേഷം 16-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഗലീലിയോ ഗലീലിക്കും അദ്ദേഹത്തിന്റെ ദൂരദർശിനിക്കും സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് സൂര്യചന്ദ്രഗ്രഹണങ്ങൾ പല നാടുകളിലും മനുഷ്യർ കൃത്യമായി പ്രവചിച്ചിരുന്നു. അതൊന്നും തെറ്റായിരുന്നു എന്ന് പിൽക്കാല ശാസ്ത്രം പറഞ്ഞിട്ടുമില്ല. എങ്കിലും ആധുനിക ശാസ്ത്രത്തിനുള്ള മാന്യത പാരമ്പര്യ വിജ്ഞാനത്തിന് ഇല്ലാതെ വരുന്നു. വേറിട്ട കാഴ്ചകളിലെ ഇന്നത്തെ അതിഥി പൂർവാശ്രമത്തിൽ സോമൻ വൈദ്യരായിരുന്ന സ്വാമി ആത്മാനന്ദ യോഗി ഈ വൈരുദ്ധ്യത്തിലേക്കാണ് നമ്മെ ക്ഷണിക്കുന്നത്. നമ്മുടെ ചികിത്സാ സമ്പ്രദായം സിദ്ധവൈദ്യം മെത്തേഡ് അനുസരിച്ചുള്ളതാണ്. അതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഐതിഹ്യം അനുസരിച്ച് പരമശിവനിൽ നിന്നാണ്. അത് പരമശിവൻ പാർവതി ദേവിക്ക് ഉപദേശിച്ചു. പാർവതി ദേവിയിൽ നിന്ന് അത് നന്ദിദേവനിലേക്ക് വന്നു. നന്ദിദേവനിൽ നിന്ന് സുബ്രഹ്മണ്യനിലേക്ക് വന്നു. സുബ്രഹ്മണ്യനിൽ നിന്ന് അഗസ്ത്യമുനിയിലേക്ക് വന്നു. അങ്ങനെ ഭൂമിയിലെ ആദ്യത്തെ ഉപജ്ഞാതാവ് അഗസ്ത്യമുനി എന്നാണ് ഐതിഹ്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 18 ശിഷ്യന്മാർ, അവരുടെ ശിഷ്യ പരമ്പര ആണിത് നിലനിർത്തി കൊണ്ടുപോന്നിട്ടുള്ളത്. സിദ്ധവൈദ്യം എന്നതിനെ വിളിക്കാൻ കാരണം ഒന്ന് അതിൻ്റെ ഫലപ്രാപ്തിയാണ്. പിന്നെ മറ്റൊരർത്ഥം അതിനുള്ളത് സിദ്ധന്മാരുടെ കണ്ടെത്തലായതുകൊണ്ടാണ്. മറ്റു വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങളിൽ നിന്ന് ഇതിനുള്ള വ്യത്യസ്തത പ്രധാനമായിട്ടിത് ആയുർവേദവുമായിട്ട് ബന്ധമുണ്ട്. ആയുർവേദം ശരിക്കും സിദ്ധവൈദ്യത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. ഉരുത്തിരിയാൻ കാരണം ആയുർവേദത്തിൽ പിന്നെ സസ്യങ്ങളുടെ ഇല, പൂവ്, കായ, എണ്ണ, അങ്ങനെ വേര്, തൊലി, അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതൽ ഔഷധങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അത് മൂലികകൾ എന്നറിയപ്പെടുന്നു. മൂലികകൾ എന്നറിയപ്പെടാൻ കാരണം അതിൽ മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ്. അത് അനേക നാളത്തെ ഗവേഷണം കൊണ്ട്, പഠനം കൊണ്ട് അത് ഏതൊക്കെ സസ്യങ്ങളിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ കുടങ്ങലിൽ സ്വർണ്ണത്തിൻ്റെ അംശമുണ്ട്, പാവയ്ക്കയിൽ ഇരുമ്പിൻ്റെ അംശമുണ്ട്. ഇതെല്ലാം ഗവേഷണങ്ങളിലൂടെ അല്ലെങ്കിൽ നിരന്തര പഠനങ്ങളിലൂടെ ആചാര്യന്മാർ കണ്ടെത്തിയതാണ്. അപ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന ഈ ധാതുക്കൾക്ക് പകരം ആ ധാതുക്കൾ തന്നെ നീറ്റി ഭസ്മം, സിന്ദൂരം, മറ്റ് വിവിധ തരത്തിലുള്ള മെഴുക്, കളങ്ക്, അങ്ങനെയുള്ള വിവിധ തരത്തിൽ ഔഷധങ്ങളാക്കി ഡയറക്റ്റ് രോഗിക്ക് കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് സിദ്ധവൈദ്യം. അതിന് ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്. രോഗിയുടെ ശരീരപ്രകൃതി, ശരീരാവസ്ഥ, രോഗത്തിൻ്റെ അവസ്ഥ, ഏതൊക്കെ മരുന്നുകൾ പ്രയോഗിക്കാൻ കഴിയുമെന്നുള്ളത് തിരിച്ചറിയാൻ വൈദ്യന് കഴിയണം. ഇങ്ങനെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കാനുണ്ട്. എൻ്റെ ഗുരു അച്ഛൻ തന്നെയാണ്. അച്ഛനും മുത്തച്ഛനും മുത്തച്ഛൻ്റെ അച്ഛൻ, അങ്ങനെ പഴയ തലമുറകളെല്ലാം വൈദ്യന്മാർ തന്നെയായിരുന്നു. അച്ഛൻ വളരെ ചെറുപ്പത്തിൽ, അതായത് ഒരു 5-6 വയസ്സൊക്കെ ഉള്ളപ്പോൾ തന്നെ വഴക്കു പറഞ്ഞിട്ട് മരുന്നുകൾ എടുത്തുകൊണ്ട് വരിക, അത് തിരിച്ചറിയാൻ പഠിക്കുക, അരയ്ക്കാനും പിന്നെ പൊടിക്കാനും ഒക്കെ കൂടെ കൂട്ടുക, ഇങ്ങനെയൊക്കെയുള്ള പല
മാർഗങ്ങളിലൂടെ അത് ഉറപ്പിച്ചെടുക്കുക ചെയ്തത്. ഒരു ആക്സിഡൻറ്റിൽ എൻ്റെ കാലിന് ചെറിയൊരു പ്രശ്നം വന്നു, നടക്കുന്നതിന് ബുദ്ധിമുട്ടായി. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് മുഖേനയാണ് സ്വാമിയെ പരിചയപ്പെട്ടത്. സ്വാമി 2 പ്രാവശ്യമായിട്ട് എനിക്ക് മരുന്നുകൾ തന്നു. അത് ഈശ്വരാധീനം കൊണ്ട് ആദ്യം എനിക്ക് ശരിക്കും ബോഡിക്ക് റിയാക്ട് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഞാൻ രാത്രി തന്നെ ഒരു സ്വാമിയെ വിളിച്ചു, വിവരങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ശരീരത്തിൻ്റെ ആ പ്രശ്നങ്ങൾ മാറാൻ തുടങ്ങുന്നത് കൊണ്ടാണ് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ സധൈര്യം മരുന്ന് കഴിക്കാൻ തുടങ്ങി വീണ്ടും ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് റിസൾട്ട് കിട്ടി. എടുത്തു പറയേണ്ടത് പാർശ്വഫലങ്ങളൊന്നും തന്നെയില്ല. എനിക്ക് സ്വാമിയോട് ഏറ്റവും കൂടുതൽ അടുപ്പം വന്നതും അങ്ങനെ തന്നെയാണ്. പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തിനടുത്ത് പനവേലിൽ സുകുമാരൻ ശാസ്ത്രികളുടെയും കല്യാണി അമ്മയുടെയും മൂത്ത മകൻ സോമൻ വൈദ്യവൃത്തിയിലേക്ക് തിരിഞ്ഞത് യാദൃശ്ചികമായല്ല. അച്ഛനും മുത്തശ്ശന്മാരുമെല്ലാം പേരുകേട്ട സിദ്ധവൈദ്യന്മാരായിരുന്നു. അഷ്ടസിദ്ധികളാൽ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് വിശ്വസിക്കപ്പെടുന്ന ജ്ഞാനികൾ പൗരാണിക കാലത്ത് രൂപപ്പെടുത്തിയ ഈ തെന്നിന്ത്യൻ ചികിത്സാരീതിയുടെ ബാലപാഠങ്ങൾ സ്കൂൾ കാലത്തു തന്നെ ഇദ്ദേഹം പരിശീലിച്ചു. കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യത്തിന്റെ പേരിൽ 1970കളുടെ ഉത്തരാർദ്ധത്തിൽ നാടുവിടേണ്ടി വന്ന സോമൻ തിരിച്ചെത്തിയത് 12 വർഷത്തിനു ശേഷമാണ്. അപ്പനപ്പൂപ്പന്മാർ ചെയ്തു പോന്ന ഔഷധ പ്രയോഗങ്ങളുടെ ശാസ്ത്രീയ യുക്തി അന്വേഷിച്ചു പോവുകയും സ്വജീവിതത്തിൽ പ്രയോഗിച്ച് തൃപ്തിപ്പെടുകയും ചെയ്തപ്പോൾ സമൂഹ നന്മയ്ക്കു വേണ്ടി ഈ പാത തന്നെയാവും ഉത്തമമെന്ന് തീർച്ചപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് സ്വാഭാവിക ഉപരിപഠനം എന്ന നിലയ്ക്ക് യോഗാമാർഗവും പ്രാണായാമവും വേദാന്തവും പഠിച്ചു. സോമൻ വൈദ്യർ സ്വാമി ആത്മാനന്ദ യോഗിയായി. വൈദ്യന്മാരെ സംബന്ധിച്ച് ഒരു പ്രത്യേകതയുണ്ട്. അത് എൻ്റെ കുടുംബത്തിലും നിലനിന്നിരുന്നു. വൈദ്യന്മാരുടെ വീടിൽ സാധാരണ സാമ്പത്തിക ഞെരുക്കം, സാമ്പത്തിക പരാധീനത അവരെ പിടികൂടുന്ന ഒരു ശാപമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർ കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിക്കാറില്ല. അതുകൊണ്ട് അറിഞ്ഞു കൊടുക്കുന്നവരും ചുരുക്കം. അങ്ങനെ വരുമ്പോൾ സാമ്പത്തിക ഞെരുക്കം സ്വാഭാവികമാണ്. അത് കണ്ടു വളരുന്ന അടുത്ത തലമുറ ഇതിൽ നിന്ന് പിന്മാറും, സ്വാഭാവികമാണത്. കാരണം അവർക്ക് ജീവിക്കണ്ടേ. അതുകൊണ്ട് അവർ വേറെ തൊഴിൽ മേഖലകൾ നോക്കും. എനിക്ക് കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള മിക്കവാറും ജോലികളെല്ലാം അറിയാം. ഞാൻ ചികിത്സ പഠിച്ചതിന് ശേഷം പിന്നെ ഏതാണ്ടൊരു 20-22 വയസ്സായപ്പോൾ നാട് വിട്ടിട്ട് പിന്നെ ഒരു 12 വർഷത്തിന് ശേഷമാണ് തിരിച്ചെത്തുന്നത്. ഇടയ്ക്ക് 1-2 പ്രാവശ്യം വന്നുപോയി എന്ന് മാത്രം. പിന്നെ തിരിച്ചെത്തി വിവാഹമൊക്കെ കഴിഞ്ഞു. അപ്പോഴും ഞാൻ ആ മേഖലയിൽ തന്നെ നിൽക്കുകയാണ്. പിന്നെ 1992 എൻ്റെ ഭാര്യയ്ക്ക് അസുഖം വന്നു. അപ്പോൾ അത് അന്നത്തെ പ്രധാനപ്പെട്ട ആശുപത്രികളിലെല്ലാം കാണിച്ചു. എല്ലാവരും അത് സർജറി ചെയ്ത് നീക്കല്ലാതെ മാർഗമില്ല എന്നാണ് വിധി എഴുതിയത്. ഞാൻ ആ സമയത്ത് ഒറീസയിലാണ്. അപ്പോൾ അവിടുന്ന് കത്തയച്ച് വിവരങ്ങൾ പറഞ്ഞ് ഞാൻ ഓപ്പറേഷൻ ഏതായാലും ചെയ്യേണ്ട, ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് മരുന്നുണ്ടാക്കി അത് കഴിപ്പിച്ചു. ആ രോഗം പൂർണ്ണമായിട്ട് മാറി. ഇപ്പോഴും അവൾ തന്നെയാണ് എൻ്റെ കൂടെ ഉള്ളത്. ഈ ജോലികളെല്ലാം ചെയ്യുന്ന അവൾ തന്നെയാണ്. എനിക്ക് വേറെ സഹായികളില്ല. ശരിക്കും ആ ഒരു സന്ദർഭമാണ് പിന്നെ ചികിത്സ തൊഴിലാക്കി സ്വീകരിക്കാൻ ഇടയാക്കിയത്. അങ്ങനെ 94 സ്ഥാപനമായിട്ട് തന്നെ തുടങ്ങി. ഭാരതത്തിലെ പാരമ്പര്യമായിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് ശരിക്കും സിദ്ധവൈദ്യം. അപ്പോൾ വേണ്ട രീതിയിലുള്ള ഒരു റിസർച്ച് അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള പഠനം ആവശ്യമുള്ള ഒരു മേഖലയാണ് സിദ്ധവൈദ്യം. ഇപ്പോൾ അച്ഛനെ പോലെയുള്ള ആൾക്കാർ, അതുപോലെ പാരമ്പര്യ വൈദ്യന്മാരിലൂടെയാണ് ഇപ്പോൾ നിലനിന്ന് പോകുന്നത്. സിദ്ധ കോളേജുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഈ കോളേജുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സിലബസിനേക്കാൾ കൂടുതലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ പാരമ്പര്യ വൈദ്യന്മാരിലൂടെയുണ്ട്. പാഷാണം എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം കല്ലെന്നാണ്. 32 തരം കല്ലുകൾ കുഴിച്ചെടുക്കുന്നുണ്ട്. അഥവാ കുഴിച്ചെടുക്കുന്ന കല്ലുകളിൽ 32 വിധം ഔഷധ ഗുണമുള്ളതാണ്. ബാക്കി തയ്യാർ ചെയ്തെടുക്കുന്ന, അതിന് വെയ്പ്പ് എന്ന സിദ്ധവൈദ്യത്തിൽ അതിനുപയോഗിക്കുന്ന വാക്കതാണ്, വെയ്പ്പ് ചരക്ക്. അങ്ങനെ വെച്ചെടുക്കുന്ന 32 എണ്ണം കൂടെ ഉണ്ട്. അങ്ങനെ 64 പാഷാണങ്ങളുണ്ട്. ഈ 64 പാഷാണങ്ങളും മരുന്നാണ്. ഉപയോഗിക്കാൻ അറിയാൻ വയ്യാത്തവൻ അത് കൊടും വിഷമാണ്. ശരിക്കും മണപ്പിച്ചാൽ മൂക്കിൽ നിന്ന് ചോര വരുന്ന സാധനങ്ങളും അതിലുണ്ട്. അതേസമയം ഉപയോഗിക്കാൻ അറിയാവുന്നവൻ അത് അമൃതമാണ്. ഇതിൻ്റെ ഉപജ്ഞാതാവെന്ന് പറയുന്ന അഗസ്ത്യനാണ്, അഗസ്ത്യമുനിയാണ്. അഗസ്ത്യമുനി തന്നെ മഹാസിദ്ധനുമായിരുന്നു.
സിദ്ധി ഉണ്ടാകുക എന്ന് പറയുന്നത് യോഗാനുഷ്ഠാനത്തിൽ നിന്നാണ്, കൊണ്ടാണ്. യോഗാനുഷ്ഠാനമില്ലാതെ സിദ്ധി അസാധ്യമാണ്. അപ്പോൾ അവരെല്ലാം സിദ്ധന്മാരുമായിരുന്നു, മഹായോഗികളുമായിരുന്നു. ആ സിദ്ധി അല്ലെങ്കിൽ യോഗം ഇതിനെന്തിന് എന്ന് ചോദിച്ചാൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, കേളപ്പ വൈദ്യനക്ക് യോഗം വേണം, വൈദ്യന് യോഗം ഉണ്ടാവണമെന്ന് പറയുന്നതിൻ്റെ കാരണം അത് രോഗങ്ങൾ പലപ്പോഴും മഹാരോഗങ്ങളെല്ലാം കർമ്മഫലമായിട്ട് വരുന്നതാണ്. ആയുർവേദത്തിൻ്റെയും സിദ്ധയുടെയും വിലയിരുത്തൽ അതാണ്. ഇത് ഒരു രോഗിയിൽ നിന്ന് മാറിയാൽ അത് മാറ്റുന്ന ആളിലേക്ക് സംക്രമിക്കാതിരിക്കണം. അങ്ങനെ ഒരു സാധ്യത അതിനുണ്ട്. അത് ആധുനിക ശാസ്ത്രം ഒരുപക്ഷെ പരിഹസിച്ച് തള്ളുന്നത്. അത് തള്ളാൻ കാരണം ആധുനിക ശാസ്ത്രം ഒരു രോഗം പൂർണ്ണമായിട്ട് മാറ്റുന്നില്ല. അതുകൊണ്ടാണ് മാറ്റാൻ കഴിയുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇതുകൂടെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഇതിനെ തടഞ്ഞു നിർത്താനുള്ള പോസിറ്റീവ് എനർജി അതൊരു വൈദ്യനിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അവൻ രോഗിയായി മാറും. മക്കള് എനിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പോൾ അവർക്ക് പൊതുവെ അതിന് അവരുടെ കൂട്ടുകെട്ടും പിന്നെ സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ ആയിട്ട് ഇതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്ന ഒരു ഇതല്ല. എങ്കിലും ഇപ്പോൾ അവർക്കും ചെറിയ താല്പര്യം വന്ന് തുടങ്ങിയിട്ടുണ്ട്. മൂത്ത കുട്ടി ഇപ്പോൾ പിന്നെ ആയുർവേദ നഴ്സിംഗ് ഒക്കെ പഠിച്ചിട്ട് നിൽക്കുകയാണ്. പക്ഷേ പേരക്കുട്ടികൾ 4 പേരുണ്ട്. മൂത്ത ആളിന് 2, ഇളയാളിന് 2. അവർക്ക് 4 പേർക്കും അതിൽ 3 പേർക്കും താല്പര്യമുണ്ട്. ഒന്ന് 1 വയസ്സ് 1.5 വയസ്സായതേ ഉള്ളൂ. ബാക്കി 3 പേർക്കും താല്പര്യമുണ്ട്. ഇപ്പോൾ മൂത്ത മകളുടെ മൂത്ത കുട്ടിയാണ് ഇത് 4-ൽ ഏറ്റവും മൂത്തത്. ഇപ്പോൾ അവനെ വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരുന്ന്, അതായത് പാഷാണങ്ങളോ രസമോ ഗന്ധകമോ എന്തെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ സുരക്ഷിതമായിട്ടെടുത്ത് എൻ്റെ കൈ കൊണ്ടുതരും. അത്രയും ആയിട്ടുണ്ട്. ഇപ്പോൾ 6.5 വയസ്സ്. അപ്പോൾ ആ നിലയിൽ പഠിപ്പിച്ചു കൊണ്ടുവരികയാണ് ഞാൻ. അപ്പോൾ ഈ കാര്യങ്ങൾ നിലനിർത്തണം. ഈ സിദ്ധവൈദ്യത്തിൻ്റെ പ്രസക്തി, സിദ്ധവൈദ്യം എന്താണെന്ന് ജനങ്ങളെ അറിയിക്കുക. അതുകൊണ്ട് വളരെ മാരക രോഗങ്ങളെ ഭേദമാക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഇതങ്ങ് നിലനിർത്തിക്കൊണ്ട് പോകണം എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ കുട്ടികളിലേക്ക് തന്നെ ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ലൊരു ചികിത്സാ രീതിയാണിത്. ധാരാളം ജനങ്ങൾ ഇതുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. പരസ്യങ്ങൾ കണ്ടുകണ്ടും കേട്ടുകേട്ടും മസ്തിഷ്കം കേടുവന്ന് ചിന്താശേഷി നശിച്ചവരുടെ എണ്ണം ഇന്ത്യയിൽ കേരളത്തിലാവും ഏറ്റവും കൂടുതൽ എന്നാണ് സ്വാമി ആത്മാനന്ദ യോഗിയുടെ നിഗമനം. അവനവന്റെ മുറ്റത്തുള്ള മുല്ലപ്പൂവിന്റെ മണം തിരിച്ചറിയാനുള്ള കഴിവ് മലയാളി താമസം വിന വീണ്ടെടുത്തില്ലെങ്കിൽ ആരോഗ്യകാര്യത്തിൽ നേടിയ നേട്ടങ്ങളെല്ലാം നഷ്ടപ്പെടുമെന്ന് സ്വാമി മുന്നറിയിപ്പ് തരുന്നു. മരുത്വാമലയിൽ ലഭ്യമായ മരുന്ന് തേടി ന്യൂയോർക്കിൽ പോകുന്നതിൽ അന്തർലീനമായ ആത്മനിഷേധം ആത്മനാശത്തിലേക്കാവും നയിക്കുക. ചികിത്സയ്ക്ക് പാരമ്പര്യ വൈദ്യന്മാർക്ക് പ്രത്യേകിച്ച് ലൈസൻസോ ഒന്നും ആവശ്യമില്ല യഥാർത്ഥത്തിൽ. അതേസമയം ഇതിനകത്ത് നുഴഞ്ഞു കയറുന്ന കുറച്ച് പേരുണ്ട്. അതൊരു ശാപമായിട്ട് മാറുന്നുണ്ട്. കാരണം പലയിടത്തും പല തരത്തിൽ ദൂഷ്യങ്ങളുണ്ടാകുന്നുണ്ട്. ഇതെല്ലാം പാരമ്പര്യ വൈദ്യത്തിൻ്റെ പേരിൽ ആരോപിക്കപ്പെടുന്നുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ പാരമ്പര്യ വൈദ്യം മുമ്പോട്ട് പോകാൻ പറ്റാത്ത തരത്തിലുള്ള പ്രതിസന്ധികളെ നേരിടുകയാണ്. അതിന് ഒരു കാരണം ഇപ്പം ഞാൻ ഈ പറഞ്ഞ വിഷയമുണ്ട്. പിന്നെ അതുകൂടാതെ അലോപ്പതിയുടെ ആക്രമണം, യാതൊരുവിധ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ പാരമ്പര്യ വൈദ്യന്മാർക്കില്ല. ഒന്ന്. രണ്ടാമത്, ഇപ്പോൾ അലോപ്പതി ആശുപത്രിയിൽ പോയിട്ട് ഒരു രോഗി മരിച്ചാൽ പോലും ഡെത്ത് സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്താൽ ആ പ്രശ്നം അവിടെ തീർന്നു. നേരെ മറിച്ചൊരു പാരമ്പര്യ വൈദ്യൻ്റെ അടുത്ത് എല്ലാ ആശുപത്രികളിലും പോയി പരാജയപ്പെട്ട് പിന്നെ ഇനി ഒന്നും ചെയ്യാനില്ല, മരിക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ ആശുപത്രിയിൽ നിന്ന് തള്ളുന്ന കേസുകൾ പോലും ഒരു പാരമ്പര്യ വൈദ്യൻ്റെ അടുത്ത് വന്ന് ചിലപ്പോൾ അയാൾ ഗ്രഹപ്പടിക്ക് എന്തെങ്കിലും ഇച്ചിരി മരുന്നെടുത്ത് കൊടുത്തു, ഒരു പക്ഷേ മരണസമയം നിശ്ചയിക്കാൻ കഴിയാത്ത ആളാണെങ്കിൽ ഒരു ശകലം മരുന്ന് വല്ലതും എടുത്ത് കൊടുത്തു, അത് കൊണ്ടുപോയി കഴിച്ചതിൻ്റെ പിറ്റേന്നാണ് ഈ രോഗി മരിക്കുന്നതെങ്കിൽ ആ പേര് ദോഷം ഈ വൈദ്യൻ്റെ തലയിലാണ്. മോഡേൺ സിസ്റ്റം അനുസരിച്ച് ഒരു രോഗം നിശ്ചയിക്കണമെങ്കിൽ ലാബറട്ടറി വേണം. ലാബറട്ടറിയിൽ പോയി രോഗം നിശ്ചയിച്ച് ഡോക്ടറെ അടുത്ത് വരുമ്പോൾ ഏതെങ്കിലും ഫാർമസികൾ ഉണ്ടാക്കുന്ന മരുന്നുകൾ പിന്നെ ആ ഡോക്ടർ കുറിച്ചു കൊടുക്കുക ചെയ്യുന്നത്.
കുറിച്ച് കൊടുത്ത് അടുത്ത ഒരു ഷോപ്പിൽ പോയി അത് വാങ്ങിച്ച് രോഗി കഴിക്കുന്നു. കുറഞ്ഞില്ലേ രണ്ടായാലും അതവിടെ തീരുകയാണ്. നേരെ മറിച്ചൊരു പാരമ്പര്യ വൈദ്യൻ്റെ അടുത്ത് വരുന്ന ഒരു രോഗിക്ക് രോഗിയുടെ അവസ്ഥ തിരിച്ചറിഞ്ഞ് രോഗത്തിൻ്റെ അവസ്ഥ അറിഞ്ഞിട്ട് ഒന്നുകിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മരുന്ന് കൃത്യമായ അനുപാനത്തോടുകൂടി ആ രോഗിക്ക് കൊടുക്കാൻ കഴിയും. ഇല്ലെങ്കിൽ അതിന് അനുയോജ്യമായ മരുന്ന് അവൻ സ്വയം നിർമ്മിച്ച് രോഗിക്ക് കൊടുക്കുന്നു. അപ്പോൾ രോഗിയുടെ അവസ്ഥ എന്ത്, കൊടുത്ത മരുന്നെന്ത്, അതിൻ്റെ ഘടകങ്ങൾ എന്ത്, അത് പ്രവർത്തിക്കുന്ന രീതി എന്ത്, ഇതുകൊണ്ടുണ്ടാകുന്ന ഫലം എന്ത്, ഇതെല്ലാം ഇവന് കൃത്യമായി തിരിച്ചറിയാം. മറ്റേ അത് സംഭവിക്കുന്നില്ല. നേരത്തെ എനിക്ക് ഷുഗറിൻ്റെ അസുഖമുണ്ട്, ഈ അസുഖമുണ്ട്. നമ്മൾ ഒത്തിരി മരുന്നുകൾ കഴിച്ച ശേഷം അതിനൊരു യാതൊരു മാറ്റമൊന്നും അങ്ങനെ കാണുന്നില്ല. അപ്പോൾ ഇവിടെ വന്ന് സ്വാമിജിയെ ഫേസ്ബുക്കിലൂടെയാണ് ഞാനത് പരിചയപ്പെടുന്നത്. ഒന്ന് കണ്ട ശേഷം നമുക്ക് മരുന്ന് കഴിച്ച് ഇപ്പം അതുകൊണ്ട് തന്നെ ഒരു 6 മാസത്തോളമായി മരുന്ന് കഴിക്കുന്നു. അതിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഒത്തിരി പഴയതിലും ഒത്തിരി നമുക്ക് മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. പിന്നെ പീനസും കവം മുഴുവൻ ഇങ്ങനെ ഇളകിപ്പോകുന്നൊരവസ്ഥയിലൊക്കെ ആയി വന്നേക്കുവാണ്. സാധാരണ ഇത് സ്വാമിജിയെക്കുറിച്ച് ഈ ലോകം കൂടുതൽ അറിയുവാണെങ്കിൽ ഷുഗറിൻ്റെ കാര്യങ്ങൾ, നമ്മളിപ്പം ഷുഗറിൻ്റെ ഒത്തിരി ആൾക്കാർ ഇപ്പം ഈ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് അവരുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലും നല്ലൊരു അവസ്ഥയാണ് സ്വാമിജിയെ കാണുകയും അതിൽ നിന്ന് ഒരു നല്ല മരുന്ന് നമുക്ക് മേടിച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് തന്നെ ഒരു നല്ലൊരു മാറ്റം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകും. ആധുനിക കാലത്തെ ഔഷധ പ്രയോഗത്തിന്റെ കാര്യത്തിൽ ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ പിൻബലമില്ലാത്ത വൃദ്ധ വൈദ്യന്മാർ കപടശാസ്ത്രത്തിന്റെ പുകമറയ്ക്കകത്ത് തള്ളപ്പെടുകയും പണം കൊടുത്ത് ചുളുവിൽ നേടിയെടുത്ത സാക്ഷ്യപത്രത്തിന്റെ ഉടമകൾക്ക് മനുഷ്യരെ വളർത്താനും കൊല്ലാനുമുള്ള പരമാധികാരം ഉണ്ടായിരിക്കുകയും ചെയ്യുക എന്ന വിരോധാഭാസം നിലനിൽക്കുന്നുണ്ട് എന്നും ഈ സിദ്ധവൈദ്യർ വിശ്വസിക്കുന്നു. പാരമ്പര്യ വൈദ്യശാസ്ത്രത്തിന്റെ ശരിയായ പിൻബലമുള്ള ഭിഷഗ്വരന്മാരെ നിയമപരമായി സംരക്ഷിക്കാനുള്ള ബാധ്യത സർക്കാരുകൾ ഏറ്റെടുക്കണമെന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഒരു വൈദ്യനെ സംബന്ധിച്ച് പ്രധാന രോഗവും അപ്രധാന രോഗവും ഇല്ല. കാരണം ഒരു പല്ലുവേദന മോശമാണോ? കണ്ണിന് നല്ലൊരു വേദന വന്ന് സഹിക്കാൻ പറ്റുമോ? നല്ലൊരു ചെവിക്കുത്ത് വന്നാൽ സഹിക്കാൻ പറ്റുമോ? ഒരു ചുമ വന്നാൽ സഹിക്കാൻ പറ്റുമോ? എല്ലാ രോഗങ്ങളും പ്രധാനം തന്നെയാണ്. എൻ്റെ അടുത്ത് വരുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒന്ന് ക്യാൻസറാണ്. പിന്നെ മറ്റൊന്ന് രക്തദൂഷ്യ രോഗങ്ങൾ. മൊത്തത്തിൽ ആ പട്ടികപ്പെടുത്താവുന്ന, പിന്നെ അതിനകത്ത് കുഷ്ഠമുണ്ട്, സോറിയാസിസ് ഉണ്ട്, അങ്ങനെ പല വിധത്തിലുള്ള പിന്നെ രോഗങ്ങളുണ്ട്. പൊട്ടിയൊലിക്കുന്ന രക്തവാതമുണ്ട്. ഇതെല്ലാം ഒറ്റ പട്ടികയിൽപ്പെടുത്തിയാൽ അത് രക്തദൂഷ്യജന്യ രോഗങ്ങൾ എന്ന് പറയാം. പിന്നെ മറ്റ് ഭീകരരോഗങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നതിൽ പിന്നെ ഇത് ക്യാൻസർ, അത് എല്ലാവിധ ക്യാൻസറും വരുന്നുണ്ട്. ബ്രസ്റ്റ് ക്യാൻസറാണ് കൂടുതൽ വരുന്നത്. പിന്നെ യൂട്രസിൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ക്യാൻസറിൻ്റെ മിക്കവാറും എല്ലാ വിഭാഗവും വരുന്നുണ്ട്. 8 വിധ പരീക്ഷകൾ പറയുന്നുണ്ട് രോഗിയെ കണ്ടു കഴിഞ്ഞാൽ. അത് കണ്ണ്, നാക്ക്, തൊലി, ശബ്ദം, നിറം, ഇതെല്ലാം അതിൽ വരും. ഇതെല്ലാം പിന്നെ ഇതൊന്നും രോഗിയോട് ചോദിച്ചറിയേണ്ട കാര്യമില്ല. കണ്ണ് മാത്രമേ ഉള്ളൂ പിടിച്ചു നോക്കാനുള്ളത്. പിന്നെ അതിലൊന്ന് നാഡി പരീക്ഷയാണ്. നാഡിയും പിടിച്ചു നോക്കാം. ബാക്കി എല്ലാം ആ രോഗി പോലും അറിയാതെ വൈദ്യൻ രോഗിയിൽ നിന്ന് മനസ്സിലാക്കുന്ന വിവരങ്ങളാണ്. അതിൻ്റെ അടിസ്ഥാനം, പിന്നെ രോഗിയുടെ അനുഭവങ്ങൾ, ഇതെല്ലാം കൂടെ വിലയിരുത്തിയിട്ടാണ് രോഗനിർണയം നടത്തുന്നത്. അതിന് തെറ്റുപറ്റാറുമില്ല. എൻ്റെ മകൾക്കായിരുന്നു വയറുവേദനയായിരുന്നു. ഒരു 8-9 കൊല്ലമായിട്ട് വയറുവേദനയായിരുന്നു. അത് പല ആശുപത്രിയിലും കൊണ്ടുപോയി ഒത്തിരി ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് അസുഖങ്ങളൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പം വന്നിട്ട് 1 മാസം ആയതേ ഉള്ളൂ. വന്നതിലും നല്ല മാറ്റമുണ്ട്. പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല, എങ്കിലും ഇടയ്ക്കും തലയ്ക്കും അത് സമയമെടുക്കുമെന്ന് വൈദ്യർ പറഞ്ഞു. എന്നെ സംബന്ധിച്ച് അതായത് നീറ്റുമുറ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് മൂലികകളുടെ ആവശ്യമില്ല. ഒരുപാട് പച്ചമരുന്നുകൾ അവർക്ക് വേണ്ട. അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ മിക്കവാറും ഒന്നുകിൽ അവരുടെ കസ്റ്റഡിയിലുണ്ടാവും, അവരുടെ കൈവശമുണ്ടാവും. ഇല്ലെങ്കിൽ അത് കിട്ടുന്നിടം അവർക്കറിയാം. സിദ്ധവൈദ്യം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലും തെക്കൻ കേരളത്തിലൊക്കെയാണ് അതിൻ്റെ കൂടുതൽ പ്രാധാന്യം. അത് കുറേ കൂടി ഇതിൻ്റെ തീവ്രമായിട്ടുള്ള ഒരു രൂപമാണ് ആയുർവേദത്തിൻ്റെ. അപ്പോൾ ഇതിൽ ഈ സാധാരണയായിട്ട് ഈ ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും സിദ്ധത്തിലൊന്നും തന്നെ മറ്റ് സൈഡ് ഇഫക്റ്റ് ഒന്നുമില്ല എന്നുള്ളതാണ്. മറ്റേതുമാതിരി റിയാക്ഷൻ വേറെ ഒന്നുമില്ല. മറ്റേത്
വേറെ പല രോഗങ്ങളിലും കൊണ്ട് ചെന്നെത്തിക്കും ഈ കെമിക്കൽസ് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ. ഉദാഹരണമായിട്ട് ഈ ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, റേഡിയേഷനും കീമോതെറാപ്പിയൊക്കെ തന്നെ റെമഡി വിച്ച് ഈസ് വേഴ്സ് ദാൻ ഡിസീസ് എന്നാണ് പറയാം. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പ്രയോക്താക്കൾ അഴിച്ചുവിടുന്ന ആക്രമണത്തെ നേരിടാനുള്ള തന്ത്രമോ ആയുധബലമോ ആൾബലമോ പാരമ്പര്യ വൈദ്യരംഗത്ത് അവശേഷിക്കുന്ന ചികിത്സകർക്കില്ലാത്തതുകൊണ്ടും മറ്റേതു മേഖലയിലും എന്ന പോലെ ഇവിടെയും വ്യാജന്മാരുടെ വിളയാട്ടം വേണ്ടതിലേറെ ഉള്ളതുകൊണ്ടും ഭരണകൂടത്തിന്റെ ആത്മാർത്ഥമായ ഇടപെടൽ കൊണ്ട് മാത്രമേ ഈ പ്രാചീനമായ ചികിത്സാ രീതിക്ക് അർത്ഥപൂർണമായി മുന്നോട്ടു പോകാനാവൂ എന്നും സ്വാമി ആത്മാനന്ദയോഗി കരുതുന്നു. ആത്മീയത ഒന്നേ ഉള്ളൂ, അത് സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ്. ആത്മീയതയെക്കുറിച്ച് അദ്വൈത ആചാര്യനായിരുന്ന ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്, സ്വസ്വരൂപ അനുസന്ധാനം ഭക്തിരിത്യ വിധീയത. ഭക്തിയിലൂടെയാണ് ആധ്യാത്മികത തെളിഞ്ഞു വരേണ്ടത്. ആ ഭക്തി എന്താണെന്ന് ചോദിച്ചാൽ സ്വസ്വരൂപ അനുസന്ധാനമാണ്. നമ്മുടെ സ്വരൂപത്തെ അനുസന്ധാനം ചെയ്ത് കണ്ടെത്തലാണ്. കാരണം അതാണ് ഈശ്വരൻ എന്ന് ബോധ്യപ്പെടുന്ന അവസ്ഥയാണ്. ആ അവസ്ഥയിലെത്തണം. അതിന് പലതരമൊന്നുമില്ല, ഒരു തരമേ ഉള്ളൂ. ആ മാർഗം തിരഞ്ഞെടുക്കുക, അതിലൂടെ പോവുക. പരസ്യ കോലാഹലങ്ങളുടെ ഭ്രമത്തിൽ അകപ്പെട്ടു പോയ, ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട ഒരു സമൂഹമാണ് മലയാളി. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമുക്ക് 1 കിലോ മഞ്ഞൾ വാങ്ങിച്ച് പൊടിപ്പിച്ചാൽ മഞ്ഞൾപ്പൊടിയാവും. മഞ്ഞ പെയിൻറ്റ് ഉണക്കി പൊടിച്ചതാണ് മഞ്ഞപ്പൊടിയായിട്ട് കിട്ടുന്നതെന്ന് വാർത്തകൾ വരുന്നുണ്ട് പലപ്പോഴും. എന്നാലും പഠിക്കുകയില്ല. ഇതിന് ബോധവൽക്കരണം വേണം, അതാണ് അത്യാവശ്യം. നമ്മുടെ ഉപഭോക്തൃ സംസ്കാരമാണ്, നമ്മുടെ ഈഗോയാണ്, നമ്മുടെ ഏതിനും ആശ്രയത്വ മനോഭാവമാണ്. ഇങ്ങനെ പലതും കൂടി ചേർന്ന് മലയാളിയെ എന്തോ ഒന്നാക്കി കളഞ്ഞു. അതാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ അടിസ്ഥാന കാരണം. വേറിട്ട കാഴ്ചകളിൽ ഒരാളെ നിങ്ങൾക്കും അറിയാമല്ലോ. നമ്മിൽ ഒരാളായി, എന്നാൽ നമ്മെ പോലെയല്ലാതെ നമ്മോടൊപ്പം ജീവിക്കുന്ന ഒരാളെ, അവരെ പറ്റി ഞങ്ങൾക്ക് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ, വേറിട്ട കാഴ്ചകൾ, കൈരളി ടെലിവിഷൻ, കൈരളി ടവേഴ്സ്, യൂണിവേഴ്സിറ്റി പോസ്റ്റ്, തിരുവനന്തപുരം 34.